എറണാകുളം ജില്ലയിൽ കാക്കനാട് കളക്ട്രേറ്റിൽ നിന്നും വെറും 4.8 കിലോമീറ്റർ ആണ് ഈ കാണുന്ന വീട്ടിലേക്കുള്ള ദൂരം വരുന്നത്. ഇൻഫോ പാർക്ക് വളരെ അടുത്താണ്, 6.7 കിലോമീറ്റർ. ഇടപ്പള്ളിക്ക് പോണെങ്കിൽ 7.3 കിലോമീറ്റർ. കളമശ്ശേരി കുസാറ്റിലേക്ക്, കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിലേക്ക് വെറും 5 കിലോമീറ്റർ. ആലുവ ഭാഗത്തേക്ക് 8.8, എയർപോർട്ടിലേക്ക് 18 കിലോമീറ്റർ. എല്ലായിടത്തേക്കും വളരെ അടുത്താണ് ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഇത് എവിടെയാണെന്ന് വെച്ചാൽ എറണാകുളം ജില്ലയിലെ ഇടപ്പള്ളി പുക്കാട്ടുപടി റൂട്ടില്, തേവയ്ക്കൽ വികാസവാണി റൂട്ടിലാണ്, ഇൻഫോ പാർക്കിലേക്ക് പോകുന്ന റൂട്ടിലാണ്. എല്ലായിടത്തേക്കും ഈസി ആക്സസ് ആണ്. ഏറ്റവും എടുത്തു പറയേണ്ടത് സീപോർട്ട് റോഡാണ്. കളക്ടറേറ്റിലേക്ക് 4.8 കിലോമീറ്റർ ആണ്. റെസിഡൻഷ്യൽ ഏരിയ ആണ്. നമുക്ക് റോഡിന് തൊട്ടടുത്താണ്. ബസ് റൂട്ട് നമുക്ക് ഈ ഒരു വീട്ടിൽ നിന്ന് നോക്കിയാൽ തന്നെ കാണാം. ഇൻഫോ പാർക്കിലേക്ക് പോകുന്ന ബസ് റൂട്ട് വളരെ അടുത്താണ്. ഈ ഒരു വില്ലയുടെ ഫ്രണ്ടിലൂടെ പോകുന്ന റോഡ് നോക്കുവാണെങ്കിൽ ഇതുപോലെ ഇന്റർലോക്കിംഗ് ടൈലാണ് വിരിച്ചിരിക്കുന്നത്. ചുറ്റിനുമുള്ള വീടുകളിലൊക്കെ ആളുകൾ താമസമായതാണ്. നമുക്ക് ഇതിന്റെ ഗേറ്റ് നോക്കുവാണെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് രണ്ട് സൈഡിലേക്കും സ്ലൈഡ് ചെയ്യാവുന്ന വലിയൊരു ഗേറ്റ് ആണ് വീടിന് കൊടുത്തിരിക്കുന്നത്. ഗേറ്റിന്റെ മെയിൻ സെന്റർ ഇവിടെയാണ്. നമുക്ക് അവിടെ നിന്ന് ഇങ്ങോട്ടും സ്ലൈഡ് ചെയ്യാം, ഇവിടെ നിന്ന് അങ്ങോട്ടേക്കും സ്ലൈഡ് ചെയ്യാം. കാറ് കയറ്റാൻ വളരെ ഈസി ആയിട്ടാണ് ഗേറ്റ് ചെയ്തിരിക്കുന്നത്. വീടിന്റെ എലവേഷൻ നോക്കുവാണെങ്കിൽ വളരെ ഭംഗിയായിട്ടാണ് LED ലൈറ്റ് ഫിറ്റിംഗ്സ് കൊടുത്തിട്ടുണ്ട്. ടെക്സ്ചർ വർക്കുകൾ വരുന്നുണ്ട്. നമ്മുടെ മൈൻഡിൽ നമുക്ക് ഇഷ്ടം തോന്നുന്ന സിമ്പിൾ ആയിട്ടും സ്റ്റാൻഡേർഡുമായ രീതിയിലാണ് വീടിന്റെ എലിവേഷൻ ചെയ്തിരിക്കുന്നത്. LED ലൈറ്റുകളും സ്പോട്ട് ലൈറ്റുകളും ഒക്കെ ആവശ്യത്തിന് കൊടുത്തിട്ടുണ്ട്. വീടിന്റെ ഡീറ്റെയിൽ നോക്കുവാണെങ്കിൽ 4.5 സെന്റ് ആണ്. 4.5 സെന്റിൽ 2300, 2300 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂമുകളായിട്ടാണ് ഈ കാണുന്ന വീട് ചെയ്തിരിക്കുന്നത്. പെയിന്റിംഗ് ഒക്കെ നോക്കുവാണെന്നുണ്ടെങ്കിൽ ലൈറ്റ് ഷെയ്ഡുകൾ തന്നെ വളരെ അട്രാക്റ്റീവ് ആയ രീതിയിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. മെയിൻ ഗേറ്റ് സ്ലൈഡ് ചെയ്ത് തുറന്നു കഴിഞ്ഞാൽ നേരെ വീടിനെ ഗേറ്റഡ് കോമ്പൗണ്ടിലേക്ക് കടക്കുമ്പോൾ ആദ്യം തന്നെ കവേർഡ് ആയിട്ടുള്ള കാർ പോർച്ച് ആണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇവിടുത്തെ ഫ്ലോറുകൾ നോക്കുവാണെങ്കിൽ സ്റ്റോൺസ് വിരിച്ചിട്ട് ഗ്രാസ് ആണ് അതിനിടെ ആ ഒരു ഗ്യാപ്പിലെല്ലാം തന്നെ ചെയ്തിരിക്കുന്നത്. 2 പില്ലറുകളിലും ടെക്സ്ചർ വർക്കാണ് കൊടുത്തിരിക്കുന്നത്. ഈ കാണുന്ന ഭാഗങ്ങളിലൊക്കെ ചെറിയ LED ലൈറ്റുകൾ വരുന്നുണ്ട്. EV വെഹിക്കിൾസിനുള്ള ചാർജിംഗ് പോയിന്റ് അവിടെ വരുന്നുണ്ട്. ഒന്നാമത്തെ കാർ ഇവിടെയും രണ്ടാമത്തെ കാർ പറിക്കാൻ ഈ ഭാഗത്താണ് നമുക്ക് വലിയൊരു സ്പേസ് തന്നെ കിട്ടുന്നത്. അവിടെ വരെ ഗ്രാസ് കംപ്ലീറ്റ് ആയിട്ട് വിരിച്ചിട്ടുണ്ട്. ചെടിച്ചട്ടികളൊക്കെ വെക്കണമെങ്കിലും ധാരാളം സ്പേസ് നമുക്ക് കിട്ടുന്നുണ്ട്. ഒന്നാമത്തെ കാർ പോർച്ച് വരുന്നത് ഇവിടെയാണ്. അതിന്റെ സൈഡിൽ ഈ ഒരു ഭാഗത്തായിട്ടാണ് കിണറിന്റെ സ്ഥാനം വരുന്നത്. സോ നമുക്ക് ഇവിടെ ഡ്രിങ്കിങ് വാട്ടറിനുള്ള സോഴ്സ് എന്ന് പറയുന്നത് കിണറാണ്. അതുകൂടാതെ നമുക്ക് KW കണക്ഷൻ എടുക്കണമെങ്കിലും ഈസിയാണ്. നമുക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കണക്ഷൻ പെട്ടെന്ന് തന്നെ കിട്ടുന്നതാണ്. വീടിന്റെ ലെഫ്റ്റ് സൈഡ് ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടേക്ക് വരുമ്പോൾ വേറെ കുറച്ച് ഡിഫറെന്റ് ആയ ഒരു ടൈലാണ് വിരിച്ചിരിക്കുന്നത്. സെറ്റ് ബാക്ക് കൊടുത്തിട്ടുണ്ട്. സ്പേഷ്യസ് ആയ ഏരിയ ആണ് കാണാൻ പറ്റുന്നത്. വീടിന്റെ ബാക്ക് സൈഡിലെ വർക്ക് ഏരിയ ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വർക്ക് ഏരിയയുടെ രണ്ട് സൈഡിലും നല്ല സ്പേഷ്യസ് ആയിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. രണ്ടാമത്തെ കാറ് പാർക്ക് ചെയ്യാനും ചെടിച്ചട്ടികൾ വെക്കാനൊക്കെ ഇവിടെ നമുക്ക് നല്ല രീതിയിൽ സ്പേസ് കിട്ടുന്നുണ്ട്. ഇവിടെ നിന്ന് വീടിന്റെ ബാക്ക് സൈഡിലേക്ക്, അതായത് റൈറ്റ് സൈഡിലേക്ക് വഴി കണ്ടിന്യൂ ചെയ്ത് പോകുവാണ്. അവിടെ നോക്കിയാലും ഫ്ലോർ വന്നിട്ട് നമ്മൾ നേരത്തെ കണ്ടതുപോലുള്ള ഒരു ടൈലാണ്. വർക്ക് ഏരിയയുടെ ഓപ്പോസിറ്റ് സൈഡാണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. വീടിന്റെ സിറ്റ് ഔട്ട് ഈ കാണുന്നതാണ്. ബ്ലാക്ക് കളർ ഗ്രാനൈറ്റ് ആണ് വിരിച്ചിരിക്കുന്നത്. മെയിൻ ഡോർ വന്നിട്ട് ഇങ്ങനെയാണ്. നല്ല വീതിയുള്ള കട്ടിളപ്പടിയിലാണ്. രണ്ടായിട്ട് ഓപ്പൺ ചെയ്യാവുന്ന രീതിയിലാണ് മെയിൻ ഡോർ കൊടുത്തിരിക്കുന്നത്. വെസ്റ്റ് ഫേസിംഗ് ആണ്. പടിഞ്ഞാറോട്ടാണ് മെയിൻ ഡോറിന്റെ ദർശനം വരുന്നത്. ഇവിടെയാണ് മെയിൻ ഡോർ. മെയിൻ ഡോർ തുറന്ന് നമ്മൾ നേരെ വന്ന് നിൽക്കുന്നത് ലിവിംഗ് സ്പേസിലാണ്. മെയിൻ ഡോറിന് തൊട്ടടുത്തായിട്ട് ഈ ഭാഗത്തായിട്ട് 2 ഫ്രഞ്ച് മോഡൽ വിൻഡോസ് കിട്ടുന്നുണ്ട്. ബാക്കിയുള്ള വിൻഡോസ് രണ്ട് സൈഡുകളിലായിട്ട് 3 വിൻഡോസ് വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഫ്ലോർ ടൈലുകൾ നോക്കുവാണെങ്കിൽ വൈറ്റ് കളറാണ്. ചെറിയൊരു ഡിസൈനും കൂടി അതിനകത്ത് മെർജ് ചെയ്തിട്ടുണ്ട്. നല്ല ലെങ്ത് വൈസും വിഡ്ത് വൈസും നോക്കുവാണെങ്കിൽ വലിയൊരു ലിവിംഗ് സ്പേസ് ആണ് നമുക്കിവിടെ കിട്ടുന്നത്. ഇവിടെയാണ് TV വെക്കാനുള്ള അറേഞ്ച്മെന്റ് ചെയ്തിരിക്കുന്നത്. ആ ഒരു ഏരിയ കംപ്ലീറ്റ് ആയിട്ട് മൾട്ടിവുഡ് കൊണ്ട് നല്ലൊരു അറേഞ്ച്മെന്റ് ആണ് TV വെക്കാനായിട്ട് ചെയ്തിരിക്കുന്നത്. വുഡൻ കളർ തന്നെയാണ്. ടിവിയുടെ മെയിൻ വെക്കാനുള്ള പോയിന്റ് മാത്രമാണ് അവർ ഒരു വൈറ്റ് കളറിൽ കൊടുത്തിരിക്കുന്നത്. താഴെ കബോർഡുകളുണ്ട്. ബാക്ക്ഗ്രൗണ്ടിലെല്ലാം തന്നെ LED ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. മുകൾ ഭാഗത്തൊക്കെ നോക്കുവാണെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് CNC കട്ടിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. അത് കഴിഞ്ഞാൽ ഒരുപാട് ഷെൽഫ്, ഓപ്പൺ ഷെൽഫുകൾ നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ഈ ഭാഗങ്ങളെല്ലാം തന്നെ നമുക്ക് നല്ല രീതിയിൽ ഡെക്കറേറ്റീവ് ഐറ്റംസ് ഒക്കെ വെക്കാനായിട്ട് നല്ല സ്പേസ് ഉണ്ട്. ഈ കാണുന്ന സ്പേസുകളുടെ ഇടയിലെല്ലാം LED ലൈറ്റുകളാണ് വരുന്നത്. നമുക്ക് ഇവിടെ നിന്ന് ഡൈനിങ് ഹാളിലേക്കുള്ള എൻട്രൻസ് ആണ്. എൻട്രൻസ് നല്ല ഹെവി ആയിട്ട് തന്നെ വർക്കുകൾ വരുന്നുണ്ട്. രണ്ട് ഭംഗിയുള്ള ഹാങ്ങിങ് ലൈറ്റ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്.
ഇതിന്റെ റൂഫ് നോക്കുവാണെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് പാനലിംഗ് വർക്കുകളാണ് ചെയ്തിരിക്കുന്നത്. അതിന് മാച്ച് ആവുന്ന നല്ലൊരു ഫാൻ ഫിറ്റിംഗ് വരുന്നുണ്ട്. ലൈറ്റ് ഫിറ്റിംഗ് കൊടുത്തിട്ടുണ്ട്. കേബിൾ സ്വിച്ചസ് ഒക്കെ നോക്കുവാണെങ്കിൽ വി ഗാർഡിലാണ് ചെയ്തിരിക്കുന്നത്. ലിവിംഗിൽ നിന്ന് നമ്മൾ നേരെ വരുന്നത് ഡൈനിങ് സ്പേസിലേക്കാണ്. 8 പേരെ അക്കോമഡേറ്റ് ചെയ്യാവുന്ന വലിയൊരു ഡൈനിങ് ഹാൾ ആണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. ഡൈനിങ് ഹാളില് വാഷ് ഏരിയ വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. ജെറയുടെയാണ് വാഷ് ബേസിൻ വരുന്നത്. ബ്ലാക്ക് കളർ ഗ്രാനൈറ്റിലാണ് ഇത് വെച്ചിരിക്കുന്നത്. മുകളിൽ നല്ലൊരു ഹാങ്ങിങ് ലൈറ്റ് ഉണ്ട്. ബാക്ക്ഗ്രൗണ്ട് ഒക്കെ നോക്കുവാണെങ്കിൽ ടെക്സ്ചർ വർക്കാണ്. താഴെ നോക്കുവാണെങ്കിൽ കബോർഡുകളായിട്ട് തിരിച്ചിട്ടുണ്ട്. ഇവിടെ നിന്നാണ് മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസ് വരുന്നത്. ഹാൻഡ് റൈൽസ് ഒക്കെ കംപ്ലീറ്റ് ആയിട്ട് സ്റ്റെയിൻലെസ് സ്റ്റീലിലാണ്. സ്റ്റെപ്പുകളൊക്കെ നോക്കുവാണെന്നുണ്ടെങ്കിൽ ബ്ലാക്ക് കളർ ഗ്രാനൈറ്റ് ആണ്. സ്റ്റെയർ കേസിന്റെ താഴെയുള്ള ഭാഗം നല്ല സൗകര്യമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഓപ്പൺ ഷെൽഫുകൾ ഒരുപാട് കൊടുത്തിട്ടുണ്ട്. താഴെ ക്ലോസ്ഡ് കബോർഡുകളും. ഇൻവെർട്ടർ വെക്കാനും സാധനങ്ങൾ സൂക്ഷിക്കാനൊക്കെ ആ ഏരിയ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. റൂഫിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ LED സ്ട്രിപ്പുകളാണ് കൂടുതലും ചെയ്തിരിക്കുന്നത്. അനാവശ്യമായിട്ടുള്ള വർക്കുകളൊക്കെ ഒഴിവാക്കിക്കൊണ്ട് വളരെ ഭംഗിയായിട്ടാണ് റൂഫ് ചെയ്തിരിക്കുന്നത്. ഫാൻ ഫിറ്റിങ്ങും ഷോ ലൈറ്റുകളും ഒക്കെ ധാരാളം കൊടുത്തിട്ടുണ്ട്. ഡൈനിങ് ഹാളിന്റെ ഈ ഒരു ഭാഗത്ത് നിന്നിട്ട് നമ്മൾ കുറച്ച് സ്പേസ് ഇങ്ങോട്ട് കിട്ടുന്നുണ്ട്. ഇവിടെ നിൽക്കുമ്പോൾ ഞാൻ നിൽക്കുന്നതിന്റെ ലെഫ്റ്റിലും റൈറ്റിലും ആയിട്ടാണ് 2 ബെഡ്റൂമുകൾ താഴെ കിട്ടുന്നത്. താഴത്തെ ആദ്യത്തെ ബെഡ്റൂം നോക്കുവാണെങ്കിൽ ഡോറിന്റെ പാറ്റേൺ ഇങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. വളരെ സൗകര്യത്തോട് കൂടിയിട്ട് തന്നെയാണ് ബെഡ്റൂം ചെയ്തിരിക്കുന്നത്. നല്ല സ്പേസ് ഇട്ടിട്ടുണ്ട്. 2 സൈഡുകളിലായിട്ടാണ് ഇത്രയും വിൻഡോസ് കൊടുത്തിരിക്കുന്നത്. ഷോ ലൈറ്റുകൾ വരുന്നുണ്ട്. റൂഫിൽ നോക്കുവാണെന്നുണ്ടെങ്കിൽ സിമ്പിൾ ആയ വർക്കുകളും ലൈറ്റ് ഫിറ്റിംഗ്സും ഫാൻ ഫിറ്റിംഗും എല്ലാം കൊടുത്തിട്ടുണ്ട്. വാർഡ്രോബ് വരുന്നത് ഈ ഭാഗത്താണ്. വുഡൻ ആൻഡ് വൈറ്റ് കളർ ബോർഡർ ഒക്കെ ആയിട്ട് നല്ല സൗകര്യങ്ങൾ കൊടുത്തിട്ടാണ് വാർഡ്രോബ് ചെയ്തിരിക്കുന്നത്. ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടാണ് ഒന്നാമത്തെ ബെഡ്റൂം ചെയ്തിരിക്കുന്നത്. ഓഫ് വൈറ്റ് ഷെയ്ഡിൽ നല്ല ഡിസൈൻ വരുന്ന ടൈലാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. വളരെ ലെങ്തി ആയിട്ടുള്ള വലിയൊരു ബാത്റൂം ആണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. ഒന്നാമത്തെ ബെഡ്റൂമിന് ഓപ്പോസിറ്റ് ആയിട്ടാണ് രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത്. നമുക്കിവിടെ ആ ഒരു പെയിന്റിങ്ങിന്റെ വർക്കൊക്കെ നടക്കുന്നതുകൊണ്ടാണ് ലാഡേഴ്സ് ഒക്കെ ഇവിടെ ഇരിക്കുന്നത്. ഈ ഒരു ബെഡ്റൂമും നല്ല സ്പേഷ്യസ് ആണ്. ഈ ഭാഗത്തായിട്ട് ബ്രൗൺ ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് വാർഡ്രോബ് ചെയ്തിരിക്കുന്നത്. നേരെ റൂഫിൽ നോക്കുവാണെന്നുണ്ടെങ്കിലും ആവശ്യത്തിനുള്ള വർക്കുകൾ വരുന്നുണ്ട്. LED സ്ട്രിപ്പുകളും ബൾബുകളും ഫാൻ ഫിറ്റിങ്ങും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. 2 സൈഡിലായിട്ട് വിൻഡോസ് ധാരാളം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. രണ്ടാമത്തെ ബെഡ്റൂമും ബാത്ത് അറ്റാച്ച്ഡ് ആണ്. ഓഫ് വൈറ്റ് ഷെയ്ഡ് ഡിസൈൻ വരുന്ന ടൈലാണ്. നമുക്ക് വെറ്റ് ആൻഡ് ഡ്രൈ ഏരിയ ഇവിടെ സെപ്പറേഷൻ കൊടുക്കാവുന്ന രീതിയിലാണ് ഫിറ്റിംഗ്സ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ബെഡ്റൂംസ് കണ്ടു. ഇനി നമുക്ക് ഇവിടുത്തെ കിച്ചൺ ആണ് കാണേണ്ടത്. ഓപ്പൺ കിച്ചൺ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. എൻട്രൻസ് വളരെ ഭംഗിയായിട്ടുള്ള വർക്കുകൾ വരുന്നുണ്ട്. ലൈറ്റ് ഫിറ്റിംഗ്സും കൊടുത്തിട്ടുണ്ട്. കിച്ചണിൽ നമുക്കൊരു 5-6 പേർക്ക് നിന്ന് മാനേജ് ചെയ്യാവുന്ന നല്ലൊരു സ്പേസ് ആണ് കിട്ടുന്നത്. വാസ്തുപരമായിട്ട് നോർത്ത് ഈസ്റ്റ് ഭാഗത്താണ് കിച്ചൺ ചെയ്തിരിക്കുന്നത്. നമുക്ക് ഈസ്റ്റിലേക്ക് തിരിഞ്ഞു നിന്ന് കുക്ക് ചെയ്യാവുന്ന രീതിയിൽ തന്നെയാണ് കിച്ചൺ ചെയ്തിരിക്കുന്നത്. ഓൾറെഡി നമുക്ക് ഇവിടെ നോക്കിയാൽ കാണാം പ്യൂർ ഫ്ലെയിംസിന്റെ ഒരു ഹൂഡ് ആൻഡ് ഹോബ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതിനടുത്തായിട്ട് 3 വിൻഡോസ് വരുന്നുണ്ട്. കൗണ്ടർ ടോപ്പ് പോർഷൻ ഒക്കെ നോക്കുവാണെങ്കിൽ ഗ്രാനൈറ്റ് ബ്ലാക്ക് കളർ ആണ് ചെയ്തിരിക്കുന്നത്. സറൗണ്ടിങ് ഏരിയാസ് ഒക്കെ വൈറ്റ് കളർ ടൈലാണ് കൊടുത്തിരിക്കുന്നത്. സിങ്കും പൈപ്പ് കണക്ഷനും വരുന്നത് ഇവിടെയാണ്. അവിടെയും നമുക്ക് 2 വിൻഡോസ് കിട്ടുന്നുണ്ട്. ഇവിടുത്തെ വാർഡ്രോബുകൾ കിച്ചൺ ക്യാബിനറ്റ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വൈറ്റ് ആൻഡ് വുഡൻ കളറിലാണ്. അത് ഒരുപാട് ക്യാബിനറ്റ്സ് കൊടുത്തിട്ടുണ്ട്. മുകളിൽ 2 ലെയറിലും താഴെ ഒരു ലെയറിലും നല്ല രീതിയിൽ സ്റ്റോറേജ് സ്പേസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. റൂഫിൽ നോക്കുവാണെങ്കിൽ ഒരു ചെറിയ ഫാൻ കൂടെ നമുക്ക് ഇവിടെ നിന്ന് കിട്ടുന്നുണ്ട്. കിച്ചൺ കഴിഞ്ഞാൽ നമുക്ക് ഈ വരുന്ന ഭാഗം വർക്ക് ഏരിയ ആണ്. വർക്ക് ഏരിയയിൽ നമുക്ക് ചെറിയൊരു സ്ലാബ് കൊടുത്തിട്ടുണ്ട്. അവിടെയും സിങ്കും പൈപ്പ് കണക്ഷനും വരുന്നുണ്ട്. 2 സൈഡിലും ഡോർ കൊടുത്തിട്ടുണ്ട്. റൂഫും സൈഡും എല്ലാം കവർ ചെയ്തിട്ട് നല്ലൊരു വർക്ക് ഏരിയ നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. സ്റ്റെപ്പ് കയറി നമ്മൾ നേരെ ഫസ്റ്റ് ഫ്ലോറിലേക്ക് വരികയാണ്. വരുന്ന വഴികളിലെല്ലാം തന്നെ ഫുഡ് ലാംപ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഈ ഒരു ഭാഗത്ത് നോക്കുവാണെങ്കിൽ നമുക്ക് ഇവിടെ ലേസർ കട്ട് ഡിസൈനിൽ നല്ല ഭംഗിയുള്ളൊരു വർക്ക് വരുന്നുണ്ട്. അതിന്റെ അപ്പുറത്തെ ഭാഗത്ത് നോക്കുവാണെങ്കിൽ ടഫന്റെ ഗ്ലാസ് ഇട്ടിട്ടാണ് കവർ ചെയ്തിരിക്കുന്നത്. വരുന്ന വഴികളിലെല്ലാം നല്ല ഭംഗിയുള്ള ഷോ ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. നമുക്ക് സ്റ്റെപ്പിന്റെ നേരെ മുകളിലെ റൂഫിലുള്ള ഭാഗം നോക്കുവാണെങ്കിൽ അവിടെയും സിമ്പിൾ ആയിട്ടുള്ള നല്ലൊരു ഹാങ്ങിങ് ലൈറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. സ്റ്റെപ്പ് കയറി നേരെ വന്ന് നിൽക്കുന്നത് ഇവിടെ ഒരു ഹാളിലേക്കാണ്. ഇത്രയും വലിയൊരു സ്പേസ് നമുക്ക് ഇവിടെ ഒരു ഹാള് വേക്കന്റ് ആയിട്ട് കിടക്കുന്നുണ്ട്. നമ്മുടെ കൺവീനിയൻസ് അനുസരിച്ച് നമുക്ക് ഇവിടെ എങ്ങനെ വേണമെങ്കിലും ഡെക്കറേറ്റ് ചെയ്ത് എടുക്കാവുന്നതാണ്. നേരെ റൂഫിൽ നോക്കുവാണെങ്കിൽ ഫാൻ ഫിറ്റിംഗ് വരുന്നുണ്ട്. ലൈറ്റ് ഫിറ്റിംഗ്സ് എല്ലാം കൊടുത്ത് ഭംഗിയായിട്ടാണ് ഹാള് ചെയ്തിരിക്കുന്നത്. കയറി വരുമ്പോൾ തന്നെ നമ്മളൊരു ഹാള് കണ്ടു. ഹാളിൽ നിന്ന് നമുക്ക് ഇങ്ങനെ ഒരു എൻട്രൻസ് കിട്ടുന്നുണ്ട്. എൻട്രൻസ് തന്നെ നല്ല ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഷെൽഫുകൾ വരുന്നുണ്ട്. CNC കട്ടിങ് വരുന്നുണ്ട്. മുകളിലായിട്ട് 2 ഹാങ്ങിങ് ലൈറ്റ്സും കൊടുത്തിട്ടുണ്ട്. ഇതുവഴി നമ്മൾ നേരെ വന്ന് നിൽക്കുന്നത് അപ്പർ ലിവിംഗ് സ്പേസിലേക്കാണ്. മെയിൻ ഹാള് കൂടാതെ വലിയൊരു ഏരിയ തന്നെ നമുക്ക് ഇവിടെ അപ്പർ ലിവിങ്ങിനായിട്ട് കിട്ടുന്നുണ്ട്. വിൻഡോസ് നോക്കുവാണെങ്കിൽ ഇവിടെ 3 വിൻഡോസും അവിടെ 3 വിൻഡോസും ആ ഒരു ഭാഗത്ത് 2 വിൻഡോസ്. നല്ല രീതിയിൽ നമുക്ക് എയർ സർക്കുലേഷൻ കിട്ടുന്ന രീതിയിലാണ് വിൻഡോസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്.
റൂഫിലാണെന്നുണ്ടെങ്കിലും സിമ്പിൾ ആയ വർക്കുകളും ലൈറ്റ് ഫിറ്റിംഗ്സും ഫാൻ ഫിറ്റിംഗും ആണ് വരുന്നത്. ഇവിടെ നമുക്ക് ടി വി വെക്കാനായിട്ടുള്ള പവർ പോയിന്റ് പ്ലഗുകളെല്ലാം തന്നെ ഈ ഒരു ഭാഗത്താണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. വോൾ മൗണ്ട് ചെയ്യോ അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ളൊരു ടി വി യൂണിറ്റ് ഇവിടെ ചെയ്തെടുക്കുകയോ ചെയ്യാവുന്നതാണ്. ഈ ഒരു ഹാളിൽ നിൽക്കുന്ന സമയത്ത് ഇവിടെ ഒരു ഡോർ ഉണ്ട്. അത് ഓപ്പൺ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് നേരെ ഇവിടുത്തെ ബാൽക്കണിയിലേക്കാണ് ഇറങ്ങുന്നത്. ബാൽക്കണി സ്പേസ് നോക്കുവാണെങ്കിൽ നമ്മൾ കണ്ട ഹാളിന്റെ അത്രയും തന്നെ വലുപ്പമുള്ള വലിയൊരു ബാൽക്കണിയാണ് ഇവിടെ കിട്ടുന്നത്. താഴെ നിന്നുള്ള പില്ലറുകളുടെ കണ്ടിന്യൂഷൻ ആണ് മുകളിലേക്ക് വരുന്നത്. അത് നല്ല ഡിസൈനിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഹാൻഡ് റൈൽസ് ഒക്കെ നോക്കുവാണെന്നുണ്ടെങ്കിൽ സ്റ്റെയിൻലെസ് സ്റ്റീലിൽ ചെയ്തിട്ട് ടഫിന്റെ ഗ്ലാസ് ഇട്ടിട്ടാണ് കവർ ചെയ്തിരിക്കുന്നത്. റൂഫിന്റെ മുകളിലൊക്കെ നോക്കുവാണെങ്കിൽ ആ ഒരു എഡ്ജ് പൊസിഷനിലൊക്കെ വന്നിട്ടും ചെറിയ ലൈറ്റുകളാണ് കൊടുത്തിരിക്കുന്നത്. നമ്മൾ സ്റ്റെപ്പ് കയറി വന്നിട്ട് ആദ്യം കണ്ട ഹാളിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. നമുക്കിനി ഇവിടെ മുകളില് 2 ബെഡ്റൂമുകൾ കാണാനുണ്ട്. അതുകൂടാതെ യൂട്ടിലിറ്റി സ്പേസും കാണാനുണ്ട്. ഇവിടെ ആയിട്ടാണ് യൂട്ടിലിറ്റി ഏരിയ വരുന്നത്. ഒരു റൂം പോലെ തന്നെ കംപ്ലീറ്റ് ആയിട്ട് കോൺക്രീറ്റ് ചെയ്തിട്ടാണ് യൂട്ടിലിറ്റി സ്പേസും ചെയ്തിരിക്കുന്നത്. ഇവിടെ ആയിട്ട് നമുക്ക് വിൻഡോസ് വരുന്നുണ്ട്. ഇവിടെയാണ് ഡോർ വരുന്നത്. അതുപോലെ നമുക്ക് വാഷിംഗ് മെഷീൻ വെക്കാനുള്ള എല്ലാ അറേഞ്ച്മെന്റ്സും ഇവിടെയാണ് കൊടുത്തിരിക്കുന്നത്. സെർവന്റ് റൂമായിട്ടോ എന്തെങ്കിലും ഒരു ഗസ്റ്റ് വന്നാൽ അത്യാവശ്യത്തിനൊക്കെ നമുക്ക് ഈ റൂം സേഫ് ആയിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. ഇവിടെ നിന്ന് നോക്കുവാണെങ്കിൽ സ്റ്റെയർ കേസ് ആണ്. മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസ് ടെറസ് ഓപ്പൺ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇവിടുത്തെ 2 ബെഡ്റൂമുകൾ കാണാനുണ്ട്. താഴെ 2 എണ്ണമാണ് നമ്മൾ കണ്ടത്. എന്റെ ലെഫ്റ്റിലും റൈറ്റിലും ആയിട്ടാണ് 2 ബെഡ്റൂമുകൾ വരുന്നത്. ഈ ബെഡ്റൂം തന്നെ നമുക്ക് ആദ്യം കാണാം. ബെഡ്റൂമുകളെല്ലാം വളരെ സ്പേഷ്യസ് ആണ്. വിൻഡോസ് നിങ്ങൾക്ക് നോക്കിയാൽ കാണാം 2 സൈഡിലായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. റൂഫിൽ നോക്കുവാണെങ്കിൽ സിമ്പിൾ ആയിട്ടുള്ള വർക്ക് ലൈറ്റ് ഫിറ്റിംഗ്സും ഫാൻ ഫിറ്റിംഗും ആണ് വരുന്നത്. വാർഡ്രോബുകൾ ഈ ഒരു ഭാഗത്താണ് ബ്രൗൺ ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ നല്ല രീതിയിൽ സ്റ്റോറേജ് കപ്പാസിറ്റി കൊടുത്തിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത് ഇവിടെയാണ്. ഗ്രേ കളറിൽ നല്ല ഡിസൈനുള്ള ടൈലുകളാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഇവിടെയും വെറ്റ് ആൻഡ് ഡ്രൈ ഏരിയ സെപ്പറേറ്റ് ചെയ്യാവുന്ന രീതിയിൽ തന്നെയാണ് ഫിറ്റിംഗ്സ് ചെയ്തിരിക്കുന്നത്. മൂന്നാമത്തെ ബെഡ്റൂമിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് 4ാമത്തെ ബെഡ്റൂം വരുന്നത്. മറ്റു ബെഡ്റൂമുകളെ പോലെ തന്നെ ഈ ഒരു ബെഡ്റൂമും നല്ല സ്പേഷ്യസ് ആണ്. ഇവിടെയായിട്ടാണ് വാർഡ്രോബുകൾ ചെയ്തിരിക്കുന്നത്. ഡ്രസ്സിംഗ് ടേബിളിനുള്ള സ്പേസ് കൂടി അവിടെ കൊടുത്തിട്ടുണ്ട്. 2 സൈഡിലായിട്ടാണ് വിൻഡോസ് ചെയ്തിരിക്കുന്നത്. റൂഫിൽ നമ്മൾ നേരത്തെ കണ്ടതുപോലെ സിമ്പിൾ വർക്കുകളും ലൈറ്റ് ഫിറ്റിംഗും ഇവിടെയും ഫാൻ ഫിറ്റിംഗ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടാണ് 4ാമത്തെ ബെഡ്റൂം ചെയ്തിരിക്കുന്നത്. ബ്രൗൺ കളറിൽ നല്ല ഡിസൈനുള്ള ടൈലാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ബാത്റൂമുകൾ 4 എണ്ണവും നല്ല സൗകര്യത്തിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഇന്ന് മാർബിൾ ഹോംസ് പരിചയപ്പെടുത്തിയ ഒരു ഭംഗിയുള്ള വീട് കണ്ടല്ലോ. ഭംഗിക്കൊപ്പം സൗകര്യങ്ങളും കൂടിയുള്ള ഒരു വീടാണ് നമ്മൾ ഇന്ന് പരിചയപ്പെട്ടത്. എറണാകുളം ജില്ലയിൽ ഇടപ്പള്ളി പുക്കാട്ടുപടി റൂട്ടിൽ നിന്നും തേവയ്ക്കൽ എന്ന് പറയുന്ന സ്ഥലമുണ്ട്. അവിടെ നിന്ന് വികാസവാടിയിലേക്ക് പോകുന്ന റൂട്ടിലാണ് ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് സീപോർട്ട് എയർപോർട്ട് റോഡിലേക്ക് വളരെ ദൂരം കുറവാണ്. 4.8 കിലോമീറ്റർ. ഇൻഫോ പാർക്കിലേക്ക് 6.7. ഇടപ്പള്ളി, കളമശ്ശേരി, ആലുവ എയർപോർട്ട് എല്ലായിടത്തേക്കും ഈസി ആക്സസ് ആണ്. അപ്പൊ നിങ്ങൾക്കറിയാം, സ്വാഭാവികമായിട്ടും ഇൻഫോ പാർക്കിനടുത്തും റോഡിനടുത്തും ഒക്കെ ആയിട്ട് വീടുകൾ കിട്ടുമ്പോൾ അതിൻ്റെതായ ഒരു വാല്യൂ ആ വീടിന് എത്രയായാലും ഉണ്ടായിരിക്കുന്നതാണ്. നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് വീട് സ്ഥിതി ചെയ്യുന്നത്. ഡീറ്റെയിൽസ് ഒന്നുകൂടെ പറയാം. 4.5 ആണ് ലാൻഡ് അളവ് വരുന്നത്. 2300 സ്ക്വയർ ഫീറ്റിൽ ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടുള്ള 4 ബെഡ്റൂമുകളുണ്ട്. 2 ബാത്റൂമുകളിൽ വെറ്റ് ആൻഡ് ഡ്രൈ ഏരിയ സെപ്പറേഷൻ ചെയ്യാവുന്ന രീതിയിലാണ് ഫിറ്റിംഗ്സ് കൊടുത്തിരിക്കുന്നത്. 2 കാറുകൾക്കുള്ള പാർക്കിംഗ് സ്പേസ് ഉണ്ട്. കിണർ വെള്ളമുണ്ട്. നിങ്ങൾ ഓൾറെഡി കണ്ടതാണ്. മുകളിലൊക്കെ നമുക്ക് അപ്പർ ലിവിംഗ് സ്പേസ് കൂടാതെ വേറൊരു ഹാള് കൂടി വരുന്നുണ്ട്. യൂട്ടിലിറ്റി ഏരിയ സെപ്പറേറ്റ് ഉണ്ട്. വർക്ക് ഏരിയ കിട്ടുന്നുണ്ട്. എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. 4.5 സെന്റ് ഓഫ് ലാൻഡിൽ 2300 സ്ക്വയർ ഫീറ്റിൽ 4 BHK ആയിട്ട് ചെയ്തിരിക്കുന്ന ഈ ഒരു വീടിന് 98 ലക്ഷം രൂപയാണ് ഓണർ ചോദിക്കുന്ന പ്രൈസ്. 98 ലാക്സ് എന്നുള്ള ഇതിന്റെ പ്രൈസ് ചെറുതായിട്ടൊക്കെ നെഗോഷ്യബിൾ ആണ്. മാർബിൾ ഹോംസ് വഴി നിങ്ങൾ വാങ്ങുമ്പോൾ ഞങ്ങൾ ലോൺ ഫെസിലിറ്റിയിലും ഈ വീട് വാങ്ങിച്ചു തരുന്നതാണ്. അതുപോലെ മാക്സിമം റേറ്റ് കുറച്ച് നല്ല രീതിയിൽ നെഗോഷ്യബിൾ ആക്കിയും കൂടെ വാങ്ങിച്ചു തരുന്നതായിരിക്കും. വീട് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഒട്ടും ലേറ്റ് ആക്കണ്ട. ഇൻഫോ പാർക്കിന് ഇത്ര അടുത്തും കളക്ടറേറ്റിന് ഇത്ര അടുത്തും ഒക്കെ വീടുകൾ വരുന്നത് വളരെ കുറവാണ്. നമ്പറുകൾ സ്ക്രീനിൽ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഫോൺ എടുക്കുക, പെട്ടെന്ന് തന്നെ വിളിക്കുക. ഇതുപോലുള്ള വീടുകളുടെ വിശേഷങ്ങളുമായി മാർബിൾ ഹോംസിലൂടെ ഇനിയും കാണുന്നത് വരേക്കും എല്ലാവർക്കും ബൈ.